വെൽക്കം ബാക്ക്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രില്ല് ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞു തന്നാലോ. അതോടൊപ്പം ഞങ്ങളുടെ അജ്മാൻ യാത്രയുടെ അനുഭവങ്ങളും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകും. ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, പച്ചമുളക്, അതുപോലെ തന്നെ വലിയ ഉള്ളി, അല്പം മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഓക്കെ, ശേഷം ആ പേസ്റ്റ് ഇതുപോലെ നമ്മൾ ഏത് ചെമ്പിലാണോ ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. യാ മോനെ. ശേഷം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അല്പം തൈര്, കുറച്ച് വിനെഗർ, പിന്നെ ഒരല്പം ഉപ്പ് വേണ്ട വിധം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നന്നായി വൃത്തിയായി കഴുകി വെച്ച നല്ല വരയൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടപ്പനാക്കിയ ചിക്കൻ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇതുപോലെ ഇട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സാക്കിയിട്ടൊന്ന് റെസ്റ്റിന് വെക്കുക. 2, 3, 4 മണിക്കൂറായിക്കോട്ടെ. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ നമുക്ക് ആ ചിക്കനിൽ മസാല പിടിച്ച് നല്ല അടിപൊളി റെസിപ്പി ആവും. ഓക്കെ, ചങ്കളെ നമ്മൾ ചിക്കൻ അവിടെ റെസ്റ്റിലിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാനിലെ അൽസോറ പബ്ലിക് ബീച്ചിലേക്കാട്ടോ. ഇങ്ങനെ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ TC ഫോം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്ക് കീഴിൽ ഞങ്ങൾ ഏകദേശം 6 മാസമായിട്ട് നാദൽ ഹംറിലെ പബ്ലിക് പാർക്കിൽ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊണ്ട ഒരു യാത്ര കേട്ടോ. നല്ല തണുപ്പ് കാലത്ത് നന്നായിട്ടൊന്ന് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുക എന്നുള്ള നിലയ്ക്ക് അൽസോറ പബ്ലിക് ബീച്ചിലേക്കും അതിൻ്റെ പരിസരത്തേക്കും കേട്ടോ ഞങ്ങളെ യാത്ര. കാണാനുണ്ട്, കാഴ്ചകളുണ്ട്. UAE-യിലുള്ള ആളുകൾക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഗുഡ് ലൊക്കേഷനാട്ടോ ഇത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. Yes. കമ്പിയെ പറ്റിട്ട് നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. ആദ്യം വീഡിയോയില് ആദ്യമായിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ അജ്മാനിലെ അൽസോറ പബ്ലിക് ബീച്ചിന് പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഗ്രില്ലിംഗ് ചെയ്യാനുള്ള തുടക്കത്തിലാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് നാദൽ ഹംറിലെ കമ്മ്യൂണിറ്റി ഗ്രൗണ്ടിൽ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അനുവദനീയമായ രൂപത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കളിക്കാറുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെട്ട കേട്ടോ ഇങ്ങനെ ഒരു യാത്ര. ടൈമയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് എന്തായാലും ഇതിൽ പണ്ഡിതന്മാരും അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അതോടൊപ്പം ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതവിരുദ്ധധാരികളും കൂട്ടത്തിലുണ്ട്. അമാനിയുണ്ട്, സഖാഫിയുണ്ട്, അഹ്സനുണ്ട്, ഹുദവിയുണ്ട്, മിസ്ബാഹിയുണ്ട്. എല്ലാ മതവിരുദ്ധധാരികളും ഉണ്ട്, വാഫികളുണ്ട്, ഹുദവികളുണ്ട്, എല്ലാവരും ഉണ്ട് എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്.
കനലരിയും രാത്രി കനലരിയും രാത്രി ഇത് കാണിച്ചു കൊടുത്താൽ മതി. കനല് അറിയാൻ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മൊഞ്ച് കണ്ടോ? അങ്ങനൊന്നുമല്ല, പുതിയ പരീക്ഷണമാണ്. ഓണായി കൊടുക്ക്. എടുക്കുന്നില്ലേ റൈസ്? എന്തിയാ റൈസ് പോയാ? ഫുൾ അമീർക്ക, ഫുൾ അമീർക്ക. പണിയെടുക്കുന്ന ആളെ മറച്ചാളെ ഇവിടെ നമ്മള് നേരെ ഇങ്ങനെ തുറക്കുന്നത്. അനീസ, ആ തേക്കണ ബ്രഷ് എന്തിയാ എടുത്തില്ല? എപ്പോഴും തേക്കുന്നോ? അനീഫ്ക്ക് സെറ്റാക്കി അമീർക്ക് അടിച്ചുല്ലേ? പറയാൻ വിട്ടുപോയതല്ല, അതിപ്പോൾ പറയലാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ്. നമ്മൾ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരുന്നു. നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും ടൊമാറ്റോ പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലൊക്കെ പാടെ ഉപ്പൊക്കെ മിക്സാക്കി നല്ല ഒരു റെഡ് കളർ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ ഏകദേശം ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ പുരട്ടി കൊടുത്താണ്ടല്ലോ, അത് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കണ്ട് രണ്ടാളും കണ്ട്. അവിടെ പിന്നെ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചാട്ടാത്തവരാണ്.
മുറിച്ചിട്ട് പോയാൽ മതി. ഈ ചെമ്പിലിട്ട് കൈ തരാം. അയ്യമാന് മാറ്റി വെച്ചാണ് നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ഇതിൽ പോയിട്ട് കൈ കൊടുത്താൽ നല്ല സുഖം. അവിടെ പോയിട്ട് കൈ കൊടുക്കും. കടല്ല. കഴുകാൻ പോയാലോ. കളിച്ചിട്ട് കുളിക്കാം. നമ്മളെ ഫുട്ബോൾ കളിയിൽ നിന്ന് തുടങ്ങി ഒരു അഭേദ്യമായ ഒരു ബന്ധത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചു. സംഭവം ഒന്നുമില്ല, കുറച്ച് പൊരിച്ചു തിന്നു എന്ന് പറയുകയാണെങ്കിലും നമുക്കൊരു ഓർമ്മക്കായി ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പരസ്പരം പരിചയപ്പെട്ടു, സംസാരിച്ചു. നമ്മളൊരു
എല്ലാവരും ലോൺലിയാണ്, അതായത് ഒറ്റക്കൊറ്റക്കായിട്ട് വന്ന ഇവിടം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിവിടെ ഇപ്പോൾ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷമായി. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പല ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഉറക്കിന് വളരെ ചെറിയ സമയം കിട്ടുള്ളൂ. പല ആളുകൾക്കും അങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതലായി നമ്മുടെ ഈ ഒരു സംഗമം നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫുട്ബോൾ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസം നമ്മൾ പൂർത്തിയായി എന്നതാണ്. പല ആളുകൾക്കും പല ദിനങ്ങളിലും വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും അൽഹംദുലില്ലാഹ് നമുക്കൊരു 6 മാസമെങ്കിലും ഈ ഒരു വ്യായാമം എന്ന നിയത്തോടു കൂടി വെറും ഒരു ടൈം പാസ് എന്നതിലുപരി നമ്മൾക്ക് ശാരീരികമായി നല്ലൊരു ആരോഗ്യം കീപ്പ് ചെയ്യുക എന്നത് എല്ലാവർക്കും ഏത് രീതിയിലും, അത് മതപരമായാലും ഭൗതികപരമായാലും നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ആരോഗ്യം നമുക്ക് പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, എന്ന നിയത്തോടു കൂടി നമ്മൾ ഈ തുടങ്ങിയ കളി 6 മാസം പൂർത്തിയായി. ഒരു സെമി ആനിവേഴ്സറിയാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് നിലനിർത്തണം. നമുക്ക് ആരോഗ്യം, നല്ല ആരോഗ്യത്തോടെ ഗാത്രരായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ച സബൂർ മിസ്ബാഹി ഉസ്താദും അതുപോലെ തന്നെ അനീസ് കെ, അതുപോലെ മറ്റു പല ആളുകൾ അമീർക്ക് അടക്കമുള്ള, ഞാനൊന്നും ഒന്നുമല്ല, ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ സംസാരിക്കുന്നല്ലാതെ നമ്മളെ ഈ ചുടൽ പരിപാടിയാണെങ്കിലും എന്തിനും ഒരുപാട് ആളുകൾ നല്ലോണം മെയ്യനങ്ങുന്നുണ്ട്, നല്ലോണം പ്രയത്നിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ.